ഭരണഘടന സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് ന്യൂനപക്ഷ സംരക്ഷണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. നിലപാടിൽ ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ തിരുത്തും. ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേതൻ ചേരുന്നു. ചേതൻ, ദേശാഭിമാനിയിലെ ലേഖനത്തിലാണോ CPIMൻ്റെ ഈ കാര്യങ്ങളിലുള്ള ഒരു നിലപാട് വിശദീകരണം അദ്ദേഹം നടത്തിയിട്ടുള്ളത്? കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിനു ശേഷം വാർത്താ സമ്മേളനം നടത്തി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയിലാണോ ഈ വിശദീകരണം ദേശാഭിമാനിയിൽ വന്നിട്ടുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്? ദേശാഭിമാനിയിൽ വന്ന ലേഖനത്തിലാണ് പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദൻ മാസ്റ്റർ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. അദ്ദേഹം പ്രധാനമായും ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നത്, അതായത് ഇന്ത്യൻ റിപ്പബ്ലിക്കും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള ഭാഗമായാണ് CPIM ന്യൂനപക്ഷ സംരക്ഷണം ഉയർത്തിപ്പിടിക്കുന്നത്. ഇതിനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് ആരെങ്കിലും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണ തിരുത്താനുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ഈ ലേഖനത്തിലൂടെ പ്രധാനമായും തുറന്നു പറയുന്നത്. നമുക്ക് ദേശീയ രാഷ്ട്രീയം പരിശോധിച്ചാൽ മനസ്സിലാവും, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിൽ BJPയുടെ സീറ്റുകൾ കുറയുന്ന ഒരു സാഹചര്യമുണ്ടായി. BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. ഇതിന് പ്രധാനമായും പല കാരണങ്ങളിൽ ഒന്ന്, ദേശീയ തലത്തിൽ CPM അതത് സംസ്ഥാനത്ത് രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി BJPയുടെ സീറ്റ് കുറക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തി. ഇത് ഫലപ്രദമായി ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായി. പക്ഷേ ഇതിൻ്റെ ഒരു ആനുകൂല്യം പറ്റാൻ കേരളത്തിൽ പാർട്ടിക്ക് സാധിച്ചില്ല. അദ്ദേഹം പറയുന്നത് വലിയൊരു തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് തുറന്നു പറയാൻ തനിക്ക് ഒരു മടിയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഉണ്ടായ തിരിച്ചടി തിരുത്തുവാനുള്ള എല്ലാ ശ്രമവും പാർട്ടി നടത്തും. അതുപോലെ തന്നെ ഈ മാസം സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ സംസ്ഥാന സമിതിയും ചേർന്നിരുന്നു. നിലവിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൃത്യമായി പരിശോധിച്ചു. ഇനി നാളെ മുതൽ 30 വരെ ഡൽഹിയിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ചേരുന്നുണ്ട്. അതിനുശേഷം ജൂലൈ 2 മുതൽ 4 വരെ 4 മേഖലാ യോഗങ്ങൾ നടക്കുന്നതായിരിക്കും. ഈ യോഗങ്ങളിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും പങ്കെടുക്കും. തുടർന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ മേഖലകളിലാക്കി തിരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും. ലോക്കൽ തലത്തിലും വിപുലമായ ജനകീയ കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് ജനങ്ങളോട് സംവദിക്കുന്നതായിരിക്കും. ബൂത്ത് തല പരിശോധനയും നടത്തും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതുമാത്രമല്ല, ഈ സംസ്ഥാനത്ത് BJP അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യം ഒരു വേള പോലും പാർട്ടി പ്രതീക്ഷിച്ചില്ല എന്നും അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. തൃശ്ശൂരിലെ BJPയുടെ വിജയം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം 74,686 വോട്ടുകളാണ്. അതുമാത്രമല്ല, കോൺഗ്രസ്സിന് ഇവിടെ കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പ് വെച്ച് പരിശോധിച്ച് നോക്കിയാൽ 86,000 വോട്ടുകൾ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. അതായത് ശതമാന അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ 9.92% കോൺഗ്രസ്സിന് വോട്ടിംഗ് ശതമാനം കോൺഗ്രസിന് ഇടിയുന്നുണ്ടായി. അതുപോലെ തന്നെ BJPക്ക് 10% വർധനവുണ്ടായി. അതുപോലെ തന്നെ ജാതി മത സംഘടനകളും. ശരി, ചേതനാണ് ഈ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. ഇന്നിപ്പോൾ ചേതൻ സൂചിപ്പിച്ച ദേശാഭിമാനി ലേഖനത്തിൽ അതിൻ്റെ തലക്കെട്ട് തന്നെ ജനവിശ്വാസം ആർജിച്ച് മുന്നോട്ട് എന്നാണ് ആ ലേഖനത്തിൻ്റെ തലക്കെട്ട്. അതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് ന്യൂനപക്ഷ സംരക്ഷണത്തെ CPIM, ആ നിലയിലാണ് ന്യൂനപക്ഷ സംരക്ഷണത്തെ CPIM കാണുന്നത്. ഈ നിലപാട് ആരെങ്കിലും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്താൻ CPIM ശ്രമിക്കും. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനുള്ള എല്ലാ ശ്രമവും പാർട്ടിയുടെയും നേതാക്കളുടെയും ഭാഗത്തു നിന്നുണ്ടാകും. തെറ്റുകൾ ജനങ്ങളോട് ഏറ്റുപറഞ്ഞ് അവരുടെ വിശ്വാസം നേടി തിരിച്ചുവരിക എന്നതാണ് CPIMൻ്റെ തീരുമാനം എന്നുമാണ് ഈ ലേഖനത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി, ജനവിശ്വാസം ആർജിച്ച് മുന്നോട്ട് എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിൽ വിശദീകരിക്കുന്ന കാര്യം.